أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഉഹുദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ചരിത്രത്തെ പറ്റിയാണ് പറഞ്ഞു വരുന്നത്. ഇതിൻ്റെ കൂടുതൽ വിശദീകരണങ്ങൾ ഇപ്രകാരമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിൽ മറ്റുള്ളവരെക്കാളും ശത്രുക്കളുടെ ഏറ്റവും അടുത്താണ് ഉണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൂടെ 15 പേർ സ്ഥൈര്യപൂർവ്വം നിൽക്കുകയുണ്ടായി. 8 പേർ മുഹാജിരീങ്ങളായിരുന്നു. അവർ ഹസ്രത്ത് അബൂബക്കർ, ഹസ്രത്ത് ഉമർ, ഹസ്രത്ത് തൽഹ, സുബൈർ, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, സാദ് ബിൻ അബി വക്കാസ്, അബൂ ഉബൈദ ബിൻ ജറാഹ് എന്നിവരായിരുന്നു. 7 പേർ അൻസാറുകളിൽപ്പെട്ടവരായിരുന്നു. ഹസ്രത്ത് ഖബ്ബാബ് ബിൻ മുൻസിർ, അബൂ ദുജാന, ആസിം ബിൻ സാബിത്ത്, ഹാരിസ് ബിൻ സിമ്മ, സഹൽ ബിൻ ഹുനൈഫ്, സാദ് ബിൻ മുആസ്. ചിലർ സാദ് ബിൻ ഉബാദയായിരുന്നു എന്ന് പറയുന്നു. മുഹമ്മദ് ബിൻ മസ്ലമയും ഉണ്ടായിരുന്നു. ചിലർ പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൂടെ 30 പേർ ഉറച്ചു നിൽക്കുകയുണ്ടായി. എല്ലാവരും തൻ്റെ മുഖം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മുഖത്തിന് മുന്നിലായിരിക്കണമെന്നും തൻ്റെ ജീവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മുന്നിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി ത്യജിക്കണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവൻ സുരക്ഷിതമായിരിക്കണമെന്നുമാണ് പറഞ്ഞിരുന്നത്. ഒരു നിവേദനത്തിൽ പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൂടെ 11 പേരും തൽഹ ബിൻ ഉബൈദുള്ളയും ഉണ്ടായിരുന്നു. വേറൊരു നിവേദനത്തിൽ പറയുന്നു മുശ്രിക്കീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വളഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 7 അൻസാരി സഹാബാക്കളുടെയും ഒരു ഖുറൈശി സഹാബിയുടെയും നടുവിലായിരുന്നു ഉണ്ടായിരുന്നത്. വേറൊരു നിവേദനത്തിൽ പറയുന്നു 9 സഹാബാക്കളുടെ ഇടയിലായിരുന്നു. 7 പേർ അൻസാരികളിൽപ്പെട്ടവരും 2 പേർ ഖുറൈശികളിൽപ്പെട്ടവരുമായിരുന്നു. വിവിധ നിവേദനങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൂടെ ഉറച്ചു നിന്ന സഹാബാക്കളുടെ എണ്ണം വ്യത്യസ്തമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. റിസർച്ച് സെൽ തന്നിരിക്കുന്ന നോട്ട്സിൽ പറയുന്നു 30 എണ്ണമെന്ന് പറഞ്ഞിരിക്കുന്നത് സഹാബാക്കളുടെ എണ്ണം മാറി മറിഞ്ഞ് വരുന്നതുകൊണ്ടായിരിക്കാം. 15 പേരെ കണ്ടവർ അത് പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരും എത്ര പേരെയാണോ കണ്ടത് അത് പറഞ്ഞതായിരിക്കാം. സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കൽ വന്നും പോയും കൊണ്ടിരുന്നതാകാം. അതുകൊണ്ട് എണ്ണത്തിൽ വ്യത്യാസം വന്നതുമായിരിക്കാം. അവിടെ ഇതുതന്നെയാണ് ശരിയായി തോന്നുന്നതും. ഈ വിശദീകരണം ഞാൻ നേരത്തെയും ഖുത്ബകളിൽ പറഞ്ഞതാണ്. അതായത് സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ചുറ്റുവട്ടത്ത് വന്നിരുന്നു. പിന്നെ ശത്രുക്കളുടെ ആക്രമണം ഉണ്ടാകുമ്പോൾ സംഘം ചിതറിപ്പിരിയുകയും വീണ്ടും ഒത്തുകൂടുകയും ചെയ്തിരുന്നു. ഏതായാലും സഹാബാക്കൾ സ്ഥൈര്യത്തിൻ്റെ മാതൃകയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. ആർക്കും മരണം വരുമോ എന്ന ഭയം ഉണ്ടായിരുന്നില്ല. ഒരു നിവേദനത്തിൽ പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹുദ് ദിവസം സഹാബാക്കളുടെ ഒരു സംഘത്തോട് മരണത്തിന് തയ്യാറാണെന്ന് ബയ്യത്ത് വാങ്ങിയിരുന്നു. പ്രത്യക്ഷത്തിൽ മുസ്ലിങ്ങൾക്ക് പരാജയം നേരിട്ടപ്പോൾ അവർ സ്ഥിരയുക്തരായി നിലകൊണ്ടു. തങ്ങളുടെ ജീവനെ തൃണവൽക്കരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പ്രതിരോധിച്ചു. അങ്ങനെ അവരിൽ പലരും ഷഹീദായി. അന്ന് 8 പേർ തങ്ങൾ മരണത്തിന് തയ്യാറാണെന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ബയ്യത്ത് ചെയ്യുകയുണ്ടായി. ഈ ബയ്യത്തിൽ ഉൾപ്പെട്ട സൗഭാഗ്യവാന്മാരുടെ പേരുകൾ നിവേദനങ്ങളിൽ വന്നിട്ടുണ്ട്. അത് ഇപ്രകാരമാകുന്നു: ഹദ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഹദ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹു,
ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹു, ഹസ്രത്ത് തൽഹ റളിയല്ലാഹു അൻഹു, ഹസ്രത്ത് സുബൈർ റളിയല്ലാഹു അൻഹു, ഹസ്രത്ത് സഅദ് റളിയല്ലാഹു അൻഹു, ഹസ്രത്ത് സാൽ ബിൻ ഹുനൈഫ് റളിയല്ലാഹു അൻഹു, ഹസ്രത്ത് അബൂ ദുജാന റളിയല്ലാഹു അൻഹു, ഹസ്രത്ത് ഹാരിസ് ബിൻ സമ റളിയല്ലാഹു അൻഹു, ഹസ്രത്ത് ഖബ്ബാബ് ബിൻ മുൻസർ റളിയല്ലാഹു അൻഹു, ഹസ്രത്ത് ആസിം ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. ഇവരിൽ ആരും തന്നെ ഷഹീദായില്ല. അല്ലാമ സമഖ്ശരി തൻ്റെ ഗ്രന്ഥമായ ഖസായിസുൽ അശ്റയിൽ പറയുന്നു, ഉഹദ് ദിവസം ഹസ്രത്ത് സുബൈർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൂടെ അടിയുറച്ചു നിന്നു. അദ്ദേഹം പ്രസ്തുത സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് മരണത്തിനുള്ള ബയ്യത്ത് ചെയ്യുകയുണ്ടായി. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സംരക്ഷണത്തിൽ തൻ്റെ ജീവൻ ത്യജിക്കുന്നതാണെന്നും എന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഒഴിവാക്കി പോകുന്നതല്ലെന്നും ശപഥം ചെയ്യുകയുണ്ടായി. സീറത്ത് ഖാത്തമുൻ നബീനിൽ ഹസ്രത്ത് മീർസ ബഷീർ അഹമ്മദ് സാഹിബ് സഹാബാക്കളുടെ സ്ഥൈര്യത്തെയും ജീവത്യാഗത്തെയും പറ്റി പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ചുറ്റിലും ഉണ്ടായിരുന്ന സഹാബാക്കൾ ജീവത്യാഗമാണ് കാഴ്ചവെച്ചത്. ചരിത്രത്തിൽ അതിന് സമാനമായത് കാണിക്കാൻ കഴിയില്ല. ഇവർ ഈയാമ്പാറ്റകളെപ്പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ചുറ്റിലും കറങ്ങിക്കൊണ്ടിരുന്നു. അവർ തങ്ങളുടെ ജീവൻ വെച്ചാണ് കളിച്ചത്. എല്ലാ ആക്രമണവും സ്വഹാബാക്കൾ സ്വയം നെഞ്ചേറ്റുകയായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംരക്ഷിച്ചു. അതോടൊപ്പം ശത്രുവിനെ ആക്രമിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. തുടർന്ന് എഴുതുന്നു, ജീവത്യാഗ സന്നദ്ധരായ ഈ ഏതാനും പേർക്ക് എത്ര സമയം ആ വലിയ പ്രളയത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയും? അത് അനുനിമിഷം ഭയാനകമായ തിരകൾ കണക്കെ നാലുപാടിൽ നിന്നും മുന്നോട്ട് വരികയായിരുന്നു. ശത്രുക്കളുടെ ഓരോ ആക്രമണത്തിൻ്റെയും കുത്തൊഴുക്ക് മുസ്ലിങ്ങളെ എവിടെയൊക്കെയോ ഒഴുക്കിക്കൊണ്ടുപോയിരുന്നു. ആക്രമണത്തിൽ അല്പം അയവ് വരുമ്പോൾ നിസ്സഹാരായ മുസ്ലിങ്ങൾ തങ്ങളുടെ പ്രിയ യജമാനു ചുറ്റും എങ്ങനെയെങ്കിലും ഒരുമിച്ച് കൂടുമായിരുന്നു. ചില സമയത്തുണ്ടായ ഭയാനകമായ ആക്രമണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിക്കും ഒറ്റപ്പെട്ടു പോയിരുന്നു. അങ്ങനെ ഒരു വേള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ചുറ്റിലും 12 പേർ മാത്രമായി. വേറൊരു സന്ദർഭത്തിൽ 2 പേർ മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ ജീവത്യാഗത്തിന് സന്നദ്ധരായവരിൽ ഹസ്രത്ത് അബൂബക്കർ, അലി, ത്വൽഹ, സുബൈർ, സഅദ് ബിൻ വഖാസ്, അബൂ ദുജാന അൻസാരി, സഅദ് ബിൻ മുആസ്, തൽഹ അൻസാരി എന്നിവരുടെ പേരുകൾ പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ചുറ്റിലുമുണ്ടായിരുന്ന സഹാബാക്കളുടെ എണ്ണത്തെ സംബന്ധിച്ച വ്യത്യസ്ത നിവേദനങ്ങളുടെ വിശദീകരണം ലഭിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നതുപോലെ ആക്രമണം കാരണം ചിലപ്പോൾ സഹാബാക്കളുടെ എണ്ണം കുറയുകയും കൂടുകയും ചെയ്തിരുന്നു. ഹസ്രത്ത് മസീമോദ് അലി ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കളവ് പറയാനും തെറ്റായ വിവരം നൽകാനും അനുമതി നൽകിയെന്ന് പറഞ്ഞ് ക്രിസ്ത്യാനികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ ഉന്നയിക്കുന്ന ആക്ഷേപത്തിന് മറുപടി നൽകിക്കൊണ്ട് പറയുന്നു, നമ്മുടെ യജമാനനും നേതാവുമായ പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അധ്യാപനങ്ങളുടെ ഒരു ഉന്നത മാതൃക ഇവിടെ സ്ഥാപിതമാകുന്നുണ്ട്. നിങ്ങളുടെ യേശു അമൃത് കണക്കെ ജീവിതത്തിലുടനീളം ഉപയോഗിച്ച ദ്വയാർത്ഥ പ്രയോഗത്തിൽ നിന്ന് കഴിവതും വിട്ടു നിൽക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത്. തോരിയ, അതായത് ദ്വയാർത്ഥം എന്നതിൻ്റെ നിഘണ്ടുക്കളിലുള്ള അർത്ഥം മനസ്സിലൊന്ന് കരുതുകയും വായ കൊണ്ട് മറ്റൊന്ന് പറയുകയും ചെയ്യുക എന്നതാണ്. അതായത് 2 അർത്ഥങ്ങൾ ദ്യോതിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പറയുക. ഹസ്രത്ത് മസീമോദ് അലി ഇസ്ലാം ദ്വയാർത്ഥം എന്ന പദത്തെ കൂടുതൽ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഭാഷാർത്ഥം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വിശദീകരണത്തിൽ അദ്ദേഹം പറയുന്നു, കുഴപ്പമുണ്ടാകുമെന്ന ഭയത്താൽ ഒരു കാര്യം ഗോപ്യമായി വയ്ക്കാൻ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണവശാൽ രഹസ്യത്തെ മറച്ചു വയ്ക്കാൻ വേണ്ടി മറ്റേതെങ്കിലും ഉദാഹരണങ്ങളും രീതികളും അവലംബിക്കുക. ബുദ്ധിമാന്മാർക്ക് അക്കാര്യങ്ങൾ ബോധ്യപ്പെടുമെങ്കിലും പാമരന്മാർക്ക് കാര്യം ഗ്രഹിക്കാൻ കഴിയുകയും ചെയ്യില്ല. അതായത് യുക്തിപൂർവം പറയുക, അത് കളവായിരിക്കില്ല. അതിൻ്റെ പല അർത്ഥങ്ങളും ഉണ്ടായിരിക്കും. കാര്യമെന്തെന്ന് ബുദ്ധിമാന് മനസ്സിലാകുന്നതാണ്, ബുദ്ധിയില്ലാത്തവർക്ക് മനസ്സിലാവുകയുമില്ല. അയാളുടെ ശ്രദ്ധ മറ്റെന്തെങ്കിലേക്കെങ്കിലും തിരിച്ചുവിടുന്നതാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇത് ഉന്നതമായ തഖ്വയ്ക്ക് നിരക്കുന്നതല്ല. ഹദീസുകളിലും പറയുന്നു, ഇത് ഉന്നത നിലവാരത്തിലുള്ള തഖ്വയ്ക്ക് എതിരാകുന്നു. ഹസ്രത്ത് മസീമോദ് അലി ഇസ്ലാം ഇതേപ്പറ്റി സ്പഷ്ടമായി വിവരിച്ചിട്ടുണ്ട്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തുവെന്ന് തെളിയിക്കാനേ സാധ്യമല്ല. ഹസ്രത്ത് മസീമോദ് അലി ഇസ്ലാം പറഞ്ഞതിൻ്റെ സംക്ഷേപം ഇപ്രകാരമാണ്: ക്രിസ്ത്യാനികളുടെ വീക്ഷണത്തിൽ
അവർ ദൈവമാണെന്ന് പറയുന്നയാളുടെ അവസ്ഥ നോക്കുക. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും തെറ്റായ വിവരണമാണ് നൽകിയത്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ആ മഹാത്മാവ് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരമാവധി ഇതിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് കൽപ്പിച്ചത്. അത് പറയുന്നതിൻ്റെ വിവക്ഷ കളവിനോട് പ്രത്യക്ഷത്തിൽ പോലും താദാത്മ്യം ഇല്ലാതിരിക്കാനാണ് അങ്ങനെ ചെയ്തത്. എന്നാൽ എന്തു പറയാനാണ്, എന്തെഴുതാനാണ്? നിങ്ങളുടെ യേശു സാഹിബിന് ഇത്രമാത്രം പോലും സത്യത്തെ നിലനിർത്താൻ കഴിഞ്ഞില്ല. ദൈവമെന്ന് വാദിക്കുന്ന വ്യക്തി സിംഹത്തെപ്പോലെ ലോകത്ത് പ്രത്യക്ഷപ്പെടണമായിരുന്നു. അല്ലാതെ ജീവിതത്തിലുടനീളം കളവിന് സമാനമായ ദ്വയാർത്ഥ പ്രയോഗം നടത്തുകയും താൻ മരണത്തെ ഭയപ്പെടാതെ ശത്രുക്കൾക്ക് മുന്നിൽ തന്നെ പ്രകടിപ്പിക്കുന്ന പരിപൂർണ വ്യക്തിത്വമുള്ളവരിൽപ്പെട്ടവനും ദൈവത്തിൻ്റെ പരിപൂർണ പ്രതീക്ഷയുള്ളവനുമാണെന്നും തെളിയിക്കാതിരിക്കുകയല്ല ചെയ്യേണ്ടിയിരുന്നത്. നിങ്ങൾ ദൈവമെന്ന് പറയുന്ന വ്യക്തി ജീവിതത്തിലുടനീളം ദ്വയാർത്ഥ പ്രയോഗം നടത്തിക്കൊണ്ടിരുന്നു. പറയുന്നു, ഒരു സന്ദർഭത്തിലും ഭീരുത്വം കാണിക്കാൻ പാടില്ലായിരുന്നു. അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നവർ, ദൈവം പോകട്ടെ ദൈവത്തിൻ്റെ പ്രവാചകന്മാർ പോലും ഇങ്ങനെ ചെയ്യാറില്ല. എനിക്ക് കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ കരച്ചിൽ വരികയാണ്. ബുദ്ധി കുറവുള്ള ആരെങ്കിലും യേശുവിൻ്റെ ഈ ദുർബലാവസ്ഥയെപ്പറ്റി, അതായത് ഒരുതരം കളവ് തന്നെയായ ദ്വയാർത്ഥ പ്രയോഗത്തെപ്പറ്റി ആക്ഷേപിച്ചാൽ നമുക്കെന്ത് മറുപടിയാണുള്ളത്? എന്നാൽ ജനാബ് സയ്യിദുൽ മുർസലീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് യുദ്ധത്തിൽ ഒറ്റയ്ക്കായ സന്ദർഭത്തിലും ഊരിപ്പിടിച്ച ഖഡ്ഗങ്ങൾക്ക് മുന്നിൽ പ്രഖ്യാപിക്കുന്നു, ഞാൻ മുഹമ്മദാകുന്നു, ഞാൻ അള്ളാഹുവിൻ്റെ പ്രവാചകനാകുന്നു, ഞാൻ അബ്ദുൽ മുത്തലിബിൻ്റെ മകനാകുന്നു. ഇങ്ങനെ പറയുന്നതാണ് ഞാൻ കാണുന്നത്. ഇനി മറുഭാഗത്ത് നിങ്ങളുടെ യേശു വിറച്ചു വിറച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് യാഥാർത്ഥ്യത്തിനെതിരിൽ പാഠങ്ങൾ നൽകിക്കൊണ്ട് പറയുന്നു, ഞാൻ യേശു മശീഹാണെന്ന് ആരോടും പറയരുത്. വാസ്തവത്തിൽ ഇത് പറഞ്ഞതുകൊണ്ട് ആരും അദ്ദേഹത്തെ വധിക്കില്ലായിരുന്നു. ഞാൻ അത്ഭുതപ്പെടുകയാണ്. നാഥ, ഇദ്ദേഹം നബിയാണെന്ന് പറയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ദൈവമാർഗത്തുള്ള ധൈര്യത്തിൻ്റെ അവസ്ഥ ഇതാണ്. ഹദ്രത്ത് ഈസാ അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അത്ഭുതം കൂറുന്നത് ഒരു തർക്കുത്തരം എന്ന നിലയ്ക്ക് മാത്രമാണ്. അല്ലാതെ ഹദ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാം അദ്ദേഹം നബിയാണെന്ന് മനസ്സിലാക്കാതെയല്ല ഇങ്ങനെ പറഞ്ഞത്. ഹദ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിൻ്റെ വിവക്ഷ നബി അല്ലായിരുന്നു എന്നല്ല, മറിച്ച് നിങ്ങൾ ദൈവപുത്രനാണെന്ന് പറഞ്ഞ് സമർപ്പിക്കുന്ന പ്രവാചകൻ്റെ അവസ്ഥ നിങ്ങളുടെ തന്നെ ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതാണ്. എന്നിരിക്കെ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കള്ളം പറയാനും ഭീരുത്വം കാണിക്കാനും അനുവദിച്ചു എന്ന് ആക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ഇബ്നു ഇസാഖ് എഴുതുന്നു, കാഫ്രീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ചുറ്റും കൂടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മൻ റജുലൻ യുഷ്രീലന നഫ്സ, നമുക്ക് വേണ്ടി സ്വയം വിൽക്കാൻ തയ്യാറായവർ ആരുണ്ട്? അപ്പോൾ സിയാദ് ബിൻ സക്കൻ 5 അൻസാരി സഹാബാക്കളോടൊപ്പം മുന്നോട്ട് വന്നു. ചിലർ പറയുന്നു ഇത് അമ്മാറ ബിൻ യസീദ് ബിൻ സക്കൻ ആയിരുന്നു. ഇവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ തങ്ങളുടെ ധൈര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഓരോരുത്തരായി ഷഹീദായി. അവസാനം സിയാദോ അമ്മാറയോ ആയിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം പൊരുതിക്കൊണ്ടിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് പരുക്ക് പറ്റി. പിന്നെ ഒരു മുസ്ലിം സംഘം തിരിച്ചെത്തി. മുശ്രിക്കീങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കൽ നിന്നും തള്ളിമാറ്റി. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സിയാദ് ബിൻ സക്കനെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. അദ്ദേഹത്തെ കൊണ്ടുവന്നു. പക്ഷേ അദ്ദേഹം അന്ത്യശ്വാസം വലിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹത്തെ കുറെ കൂടി എൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പരിശുദ്ധ ചരണം അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് നീട്ടി. അദ്ദേഹം തൻ്റെ മുഖം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലുകളിൽ വെച്ചു. അങ്ങനെ ഹദ്രത്ത് സിയാദ് തൻ്റെ മുഖം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ തിരുചരണങ്ങളിൽ വെച്ചുകൊണ്ടാണ് മരണപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ 14 മുറിവുകൾ ഉണ്ടായിരുന്നു. ഹദ്രത്ത് മീസ ബഷീർ അഹമ്മദ് സാഹിബ് പറയുന്നു, ഒരു വേള ഖുറൈശികളുടെ ആക്രമണത്തിൻ്റെ അസാധാരണമായ ഒരു തിര ഉയർന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ സന്ദർഭത്തിൽ തൻ്റെ ജീവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ത്യജിക്കാൻ തയ്യാറായിട്ടുള്ളവർ ആരുണ്ട്? ഒരു അൻസാരി സഹാബിയുടെ ചെവിയിൽ ഈ ശബ്ദം പതിഞ്ഞപ്പോൾ അദ്ദേഹവും മറ്റ് 6 അൻസാരി സഹാബാക്കളും ഉന്മാദരെ പോലെ മുന്നോട്ട് കുതിച്ചു. അവരിൽ ഓരോരുത്തരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ചുറ്റും പൊരുതിക്കൊണ്ട് തന്നെ നിന്നു. അങ്ങനെ ജീവൻ വെടിഞ്ഞു. ഈ സംഘത്തിൻ്റെ നേതാവ് സിയാദ് ബിൻ സക്കൻ ആയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കളുടെ ആക്രമണത്തെ തുടർന്ന് പറഞ്ഞു, അതായത് അത് ശത്രുക്കളുടെ ശക്തമായ ആക്രമണമായിരുന്നു. അല്പം അത് ശമിക്കുകയും
മറ്റ് സഹാബാക്കൾ എത്തുകയും അങ്ങനെ അല്പം സ്ഥലം ഒഴിയുകയും ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സിയാദിനെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരൂ. ജനങ്ങൾ അദ്ദേഹത്തെ എടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് കിടത്തി. അപ്പോൾ സിയാദിന് അല്പം ജീവൻ ബാക്കിയുണ്ടായിരുന്നു. ജീവൻ വെടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം വളരെ പ്രയാസപ്പെട്ട് തൻ്റെ തലയുയർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പാതാരവിന്ദങ്ങളിൽ വെച്ചു. അതേ അവസ്ഥയിൽ ജീവൻ വെടിയുകയും ചെയ്തു. ഹസ്രത്ത് മുസ്അബ് ബിൻ ഉമൈറിൻ്റെ ഷഹാദത്ത് സംഭവവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹസ്രത്ത് മുസ്അബ് ബിൻ ഉമൈർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മുന്നിൽ പൊരുതിക്കൊണ്ടിരുന്നു. അങ്ങനെ പൊരുതിക്കൊണ്ട് തന്നെ ഷഹാദത്ത് വരിക്കുകയും ചെയ്തു. അദ്ദേഹത്തെ ഇബ്നു കംആയാണ് ഷഹീദാക്കിയത്. ചരിത്രം പറയുന്നു, ഉഹുദ് യുദ്ധത്തിലെ ധ്വജവാഹകൻ ഹസ്രത്ത് മുസ്അബ് ബിൻ ഉമൈർ പതാക സംരക്ഷണത്തിൻ്റെ കടമ നല്ലപോലെ നിറവേറ്റി. ഉഹുദ് യുദ്ധ ദിവസം ഹസ്രത്ത് മുസ്അബ് പതാക ഉയർത്തിപ്പിടിച്ചിരുന്നു. ഇബ്നു കംആ കുതിരപ്പുറത്ത് സഞ്ചരിക്കുകയായിരുന്നു. അയാൾ ഹസ്രത്ത് മുസ്അബിനെ വലതുവശത്തുകൂടെ, അതായത് അദ്ദേഹം കൊടി ഉയർത്തിയിരുന്ന കയ്യിൽ വാളുകൊണ്ട് ആക്രമണം നടത്തുകയും അത് വെട്ടി വീഴ്ത്തുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം പതാക ഇടത് കൈയിൽ പിടിച്ചു. ഇബ്നു കംആ ഇടത് കൈയിനെയും ആക്രമിച്ച് മുറിച്ചിട്ടു. അപ്പോൾ അദ്ദേഹം തൻ്റെ ഇരു കൈത്തണ്ടകൾ കൊണ്ടും കൊടിയെ നെഞ്ചോട് തീർച്ചു പിടിച്ചു. അതേ തുടർന്ന് ഇബ്നു കംആ മൂന്നാം വട്ടം അമ്പുകൊണ്ട് ആക്രമിച്ചു. ഹസ്രത്ത് മുസ്അബിൻ്റെ നെഞ്ചിലേക്ക് അത് തറച്ചു. അമ്പ് മുറിയുകയും ഹസ്രത്ത് മുസ്അബ് വീഴുകയും ചെയ്തു. തുടർന്ന് ബനു അബൂദാറിൽപ്പെട്ട 2 പേർ, സവീബത്ത് ബിൻ സാദ് ബിൻ ഹർമലയും അബൂ റോം ബിൻ ഉമൈറും മുന്നോട്ട് കുതിച്ചു. അബൂ റോം ബിൻ ഉമൈർ പതാകയേന്തി. അത് മുസ്ലിങ്ങൾ തിരിച്ച് മദീന എത്തുന്നതുവരെയും അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. ഇത് ഒരു ചരിത്ര ഗ്രന്ഥത്തിലുള്ള വിവരണമാണ്. എന്നാൽ മറ്റു ചില നിവേദനങ്ങൾ പ്രകാരം അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതാക ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹുവിന് നൽകുകയുണ്ടായി. ഈ സംഭവത്തെ പരാമർശിച്ചുകൊണ്ട് ഹസ്രത്ത് മീസ ബഷീർ അഹമ്മദ് സാഹിബ് എഴുതുന്നു, ഖുറൈശി സൈന്യം 4 ഭാഗത്തു നിന്നും വളഞ്ഞിരുന്നു. തങ്ങളുടെ തുടരെയുള്ള ആക്രമണങ്ങൾ കൊണ്ട് ഓരോ നിമിഷവും അടിച്ചമർത്തുകയായിരുന്നു. എന്നിട്ടും മുസ്ലിങ്ങൾ കുറച്ചു സമയത്തിന് ശേഷം ശരിയായി. പക്ഷേ ഉണ്ടായ ഒരു അത്യാഹിതം എന്തെന്നാൽ, ഖുറൈശികളുടെ ഒരു ധീര സൈനികൻ അബ്ദുല്ല ബിൻ കംആ മുസ്ലിങ്ങളുടെ ധ്വജവാഹകനായ മുസ്അബ് ബിൻ ഉമൈറിനെ ആക്രമിച്ചു. തൻ്റെ വാളുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വലതു കൈ വെട്ടിയിട്ടു. മുസ്അബ് ഉടൻ തന്നെ തൻ്റെ ഇടത് കൈയിൽ പതാകയേന്തി ഇബ്നു കംആയെ നേരിടാൻ മുന്നോട്ട് ഗമിച്ചു. പക്ഷേ അയാൾ തൻ്റെ രണ്ടാമത്തെ ആക്രമണത്തിൽ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ കൈയും വെട്ടിമാറ്റി. അപ്പോൾ മുസ്അബ് തൻ്റെ മുറിഞ്ഞ 2 കൈകളും ചേർത്തുകൊണ്ട് വീഴാൻ പോകുന്ന ഇസ്ലാമിക പതാകയെ പിടിക്കാൻ ശ്രമിക്കുകയും തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയും ചെയ്തു. അപ്പോൾ ഇബ്നു കംആ അദ്ദേഹത്തെ 3-ാം വട്ടവും ആക്രമിച്ചു. ഇത്തവണ മുസ്അബ് ഷഹീദായി വീഴുകയുണ്ടായി. ഉടൻ തന്നെ മറ്റൊരു മുസ്ലിം കൊടി ഉയർത്തുകയും ചെയ്തു. മുസ്അബിൻ്റെ രൂപഭാവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സാദൃശ്യമുള്ളവയായിരുന്നു. അതുകൊണ്ട് ഇബ്നു കംആ താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വധിച്ചു എന്നാണ് കരുതിയത്. ഒരുപക്ഷെ അയാൾ വഞ്ചനാപൂർവമായിരിക്കാം അങ്ങനെ മനസ്സിലാക്കിയത്. ഏതായാലും മുസ്അബ് ഷഹീദായി വീണപ്പോൾ അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വധിച്ചുവെന്ന് ഉറക്കെ വിളിച്ചു പറയാൻ തുടങ്ങി. അപ്പോൾ മുസ്ലിങ്ങളുടെ ബാക്കിയുള്ള ശ്വാസം കൂടി ഇല്ലാതായി. അവരുടെ സംഘം തീർത്തും ഛിന്ന ഭിന്നമായി. നേരത്തെ പറഞ്ഞു വന്നതുപോലെ ഉഹദ് മൈതാനത്തിലെ ഏതാനും നിമിഷ നേരത്തെ അലംഭാവം ഇസ്ലാമിക സൈന്യത്തിൻ്റെ വിജയത്തെ അല്പസമയത്തേക്കാണെങ്കിലും പരാജയത്തിലേക്ക് മാറ്റി. എങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് ലോക യുദ്ധചരിത്രങ്ങളിൽ ഏറ്റവും നല്ല സൈന്യാധിപനായും സത്വരഗതിയിൽ യുക്തിഭദ്രമായ തീരുമാനമെടുക്കുന്ന ആളായും അംഗീകരിക്കപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറി വരുന്ന യുദ്ധഗതിയെ സസൂക്ഷ്മം വീക്ഷിച്ചു കൊണ്ടിരുന്നു. 4 ഇരട്ടി വലുപ്പമുള്ള ശത്രു സൈന്യത്തിനു മുന്നിൽ ചിതറിപ്പിരിയുകയും ദുർബലാവസ്ഥയിലാകുകയും ചെയ്ത തൻ്റെ സൈന്യത്തെ വീണ്ടും സുഭദ്രമാക്കിയപ്പോൾ ശത്രുക്കൾക്ക് ഇസ്ലാമിക സൈന്യത്തെ പൂർണ്ണമായും ചതച്ചരയ്ക്കാമെന്ന ദുഷ്ചിന്ത പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞില്ല. ഹദ്രത്ത് മുസ്അബ് ബിൻ ഉമൈറിൻ്റെ ഷഹാദത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക പതാക ഹദ്രത്ത് അലിക്ക് നൽകി. വിജയലഹരിയിൽ മതിമറന്ന ശത്രുക്കൾക്ക് മുന്നിൽ
അദ്ദേഹം ഇസ്ലാമിക സൈന്യത്തിൻ്റെ പതാക കയ്യിൽ ഉയർത്തി സ്ഥൈര്യത്തോടെ നിലയുറപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ഖഡ്ഗം തുടരെ തുടരെ മുറിവുകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ ചിതറിപ്പിരിഞ്ഞ മുസ്ലിം സൈന്യത്തിന് ധൈര്യം പകർന്നുകൊണ്ടിരുന്നു. ഹസരത്ത് അലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ചുറ്റിലുമുണ്ടായിരുന്ന ഏതാനും ആളുകളുടെ ചെറിയ ഇസ്ലാമിക സൈന്യത്തോടൊപ്പം ശക്തമായി പോരാടുകയും ശത്രു വലയത്തിലൂടെ കടന്നു പോകാനുള്ള വഴി ഉണ്ടാക്കുകയും ചെയ്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ നേതൃത്വത്തിൽ ഈ ചെറിയ സംഘം വഴിയുണ്ടാക്കി യുദ്ധമൈതാനത്ത് ചിതറിപ്പിരിഞ്ഞ ഇസ്ലാമിക സൈന്യത്തിനടുത്തേക്ക് നീങ്ങി. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹീദായെന്ന കിംവദന്തി കേട്ട് നിരാശരായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മക്ക മുശ്രിക്കുകൾ ഇസ്ലാമിക സൈന്യത്തെ പരാജയപ്പെടുത്താൻ എല്ലാ നിലയ്ക്കും ആക്രമണം നടത്തിക്കൊണ്ടിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നോട്ട് നീങ്ങാനെടുത്ത യുക്തിപരമായ നീക്കം വിജയപ്രദമായി. വിരലിൽ എണ്ണാവുന്ന ആ സംഘം അർദ്ധവൃത്താകൃതിയിൽ തോളോട് തോൾ ചേർന്ന് ശത്രുക്കളുടെ ആക്രമണങ്ങളെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആർക്കും മനസ്സിലാകാത്ത നിലയിൽ താഴ്വരയിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. ശത്രുക്കൾ വലയം ചെയ്യാൻ ആവത് പണിപ്പെട്ടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്രമണികളുടെ സംഘത്തെ പിളർന്നുകൊണ്ട് വഴിയുണ്ടാക്കിയെടുക്കുക തന്നെ ചെയ്തു. ഉഹദ് യുദ്ധത്തിൽ ഉറക്കവും മയക്കവും വന്നതിനെ പറ്റിയും പരാമർശങ്ങൾ കാണുന്നുണ്ട്. യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന സഹാബാക്കൾക്ക് ഉറക്കം വന്നു തുടങ്ങി. അവർക്ക് മയക്കം വരുന്ന ഒരവസ്ഥ അള്ളാഹു ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഇതിൻ്റെ വിശദാംശങ്ങൾ ഇപ്രകാരമാണ്. ഹസ്രത്ത് സുബൈർ ബിൻ അവാം നിവേദനം ചെയ്യുന്നു, ഉഹദ് യുദ്ധത്തിൻ്റെ ഗതി മാറിയപ്പോൾ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അരികിൽ തന്നെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ അങ്കലാപ്പിലും ഭയപ്പാടിലുമായിരുന്നു. അള്ളാഹു ഞങ്ങൾക്ക് ഉറക്കമുണ്ടാക്കി, അതായത് ഞങ്ങൾക്ക് മയക്കം അനുഭവപ്പെട്ടു തുടങ്ങി. ഞങ്ങളിൽ ആരും തന്നെ തല നെഞ്ചിലേക്ക് ചായ്ക്കാത്തവരായി ഉണ്ടായിരുന്നില്ല. അതായത് ഉറക്കം തൂങ്ങുന്നത് കൊണ്ട് ഞങ്ങളുടെ ശിരസ് തൂങ്ങിക്കൊണ്ടിരുന്നു. പറയുന്നു, അള്ളാഹുവാണേ, മോത്തബ് ബിൻ ഖശീറിൻ്റെ ശബ്ദം സ്വപ്നത്തിൽ കേൾക്കുന്നത് പോലെ തോന്നി. അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾക്ക് തീരുമാനമെടുക്കാനുള്ള അധികാരമുണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങളൊരിക്കലും ഇവിടെ ഇങ്ങനെ കൊല്ലപ്പെടുമായിരുന്നില്ല. മുഅത്തബ് ബിൻ ഖശീർ അൻസാരി സഹാബിയായിരുന്നു. ബയ്യത്ത് ഉഖബയിലും ബദർ യുദ്ധത്തിലും ഉഹദ് യുദ്ധത്തിലും പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് അതേപടി എനിക്ക് ഹൃദ്യസ്ഥമായി. അങ്ങനെ സ്വപ്നാവസ്ഥയിൽ നോക്കുമ്പോൾ അള്ളാഹു ഇങ്ങനെ ആയത്തിറക്കി, സുമ്മ അൻസല അലൈക്കും മിൻ ബഅദിൽ ഗമ്മി അംനതൻ നുആസാ യൂഷി തായിഫത്തും മിൻകും വതായിഫത്തും ഖദ് അഹമ്മത്തുഹും അൻഫുസുഹും യസുന്നൂന ബില്ലാഹി ഗൈറൽ ഹഖി സന്നൽ ജാഹിലിയ്യ യഖൂലൂന ഹല്ലനാ മിനൽ അംരി മിൻ ഷൈഅ ഖുൽ ഇന്നൽ അംറ കുല്ലഹു ലില്ലാഹ്. പിന്നീട് ദുഃഖത്തിന് ശേഷം അവൻ നിങ്ങൾക്ക് മനസ്സമാധാനം ഇറക്കി തന്നു. അതായത് നിങ്ങളിൽ നിന്നും ഒരു സംഘത്തെ ആവരണം ചെയ്യുന്ന ഒരു നിദ്രാമയക്കം. അപ്പോൾ മറ്റൊരു സംഘമാകട്ടെ അവരുടെ ആത്മാക്കൾ തങ്ങളെ തന്നെ ഉത്കണ്ഠാകുലരാക്കി അള്ളാഹുവിനെ സംബന്ധിച്ച് അജ്ഞാനകാലത്ത് ധാരണകൾ പോലെ അവർ തെറ്റായ ധാരണകൾ വെച്ചു പുലർത്തുകയായിരുന്നു. ഈ കാര്യത്തിൽ നമുക്കെന്തെങ്കിലും പറയാൻ അവസരമുണ്ടോ എന്നവർ ചോദിക്കുന്നു. പറയുക, തീർച്ചയായും ഈ കാര്യത്തിൻ്റെ മുഴുവൻ തീരുമാനവും അള്ളാഹുവിനുള്ളതാകുന്നു. ഹസ്രത്ത് കാബ് ബിൻ അംർ അൻസാരി നിവേദനം ചെയ്യുന്നു, ഉഹദ് യുദ്ധദിവസം ഒരു സന്ദർഭത്തിൽ ഞാൻ എൻ്റെ സമൂഹത്തിലെ 14 പേരോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഉറക്കം അനുഭവപ്പെട്ടു. അത് സമാധാനത്തിൻ്റേതായിരുന്നു, അതായത് സമാധാനമുള്ള മയക്കമായിരുന്നു. യുദ്ധാവസരമാണെങ്കിലും അത് ഞങ്ങൾക്ക് സമാധാനമുള്ള മയക്കമായി തോന്നി. ശങ്കിൽ നിന്ന് ഊതുന്നത് പോലെ ഉറക്കം കാരണം കൂർക്കം വലിക്കാത്തവരായി ഞങ്ങളിൽ ആരുമുണ്ടായിരുന്നില്ല. പറയുന്നു, ഞാൻ ബഷർ ബിൻ ബറാ ബിൻ മഅ്മൂറിൻ്റെ കയ്യിൽ നിന്ന് വാൾ വീഴുന്നത് കാണുകയുണ്ടായി. അദ്ദേഹം വാൾ വീണത് അറിഞ്ഞതുപോലുമില്ല. അതേസമയം ശത്രുക്കൾ ഞങ്ങളെ ആക്രമിക്കുകയുമായിരുന്നു. ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് റാബി വിവരിക്കുന്നു, ഏതായാലും അദ്ദേഹത്തിന് വാൾ വീണെന്ന് അറിഞ്ഞിട്ടുണ്ടാകാം. കാരണം അപ്പോൾ ഉറക്കമുണ്ടായെങ്കിലും അവരുടെ കൈകളിൽ ഉണ്ടായിരുന്ന ആയുധങ്ങൾ സുഭദ്രമായിരുന്നു. അത് വീഴാനായുമ്പോൾ ഞെട്ടി ഉണരും. ഇവിടെ നുആസ് എന്ന പദമാണ് പ്രയുക്തമായിട്ടുള്ളത്. അതിൻ്റെ വ്യാഖ്യാനം ഇപ്രകാരമാകുന്നു, അമനത്തൻ നുആസൻ എന്നതിൻ്റെ വിവിധ തലങ്ങളിലുള്ള അർത്ഥങ്ങളുടെ സംക്ഷേപം
ഭയത്തിന് ശേഷം നിങ്ങൾക്ക് സമാധാനം ഇറക്കി എന്നതാണ്. അതിനെ ഉറക്കം എന്ന് പറയാവുന്നതാണ്. അഥവാ സമാധാനത്തിന് നിമിത്തമായ മയക്കം നൽകി, അല്ലെങ്കിൽ നിദ്രയ്ക്ക് സമാനമായ രീതിയിലുള്ള സമാധാനം നൽകി, അല്ലെങ്കിൽ അത് ഉറക്കത്തിൽ ഉൾപ്പെടുന്നത് ആയിരുന്നു. ഇവിടെ അമനത്തൻ വാസൻ എന്നതിൻ്റെ അർത്ഥം താൽക്കാലികമായി ഉണ്ടാകുന്ന മയക്കത്തിൽ തല താഴ്ത്തി ഉറക്കം തൂങ്ങുന്നതിനും പറയാറുണ്ട്. എന്നാൽ ഇവിടെ ഇത്തരത്തിലുള്ള ഉറക്കമല്ല വീക്ഷിക്കുന്നത്, മറിച്ച് ഉറക്കത്തിനും ഉണർച്ചയ്ക്കും ഇടയിലുള്ള അവസ്ഥയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉറക്കം വരുന്നതിന് മുമ്പ് ഒരു മധ്യാവസ്ഥ കൈവരുന്നു. അത് മുഴുവൻ അവയവങ്ങൾക്കും ഒരു സമാധാനം നൽകാറുണ്ട്. അതുതന്നെയാണ് ആഴത്തിലുള്ള സമാധാനവും. പ്രസ്തുത അവസ്ഥ അതേപോലെ തുടർന്നാൽ പിന്നെ അത് ഉറക്കമായി മാറും. അത്തരം അവസ്ഥയിൽ മനുഷ്യൻ നടക്കുകയാണെങ്കിൽ വീണുപോകുന്നതല്ല, മറിച്ച് വീഴുന്നതിന് മുമ്പേ ഞെട്ടി ഉണരും. താൻ ഏതവസ്ഥയിലായിരുന്നുവെന്ന് അയാൾക്ക് ബോധ്യമാകും. എന്നാൽ ഉറക്കം വന്നാൽ പിന്നെ തൻ്റെ ശരീരത്തിനു മേൽ അയാൾക്ക് നിയന്ത്രണമൊന്നും ഉണ്ടാകില്ല. ഏതായാലും ബഷർ ബിൻ ബറാക്ക് ഇത്തരം അവസ്ഥയിൽ ഇത്തരത്തിലുള്ള നല്ല ഉറക്കം വന്നതായിരിക്കാം. പക്ഷേ യുദ്ധ സാഹചര്യമായിരുന്നിട്ട് കൂടി അത് സമാധാനമുള്ള അവസ്ഥയായിരുന്നു. അവിടെ വീണുപോകാവുന്നതാണ്. ഇത് ശരിയാണെന്ന് അംഗീകരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൈ അല്പം അയഞ്ഞപ്പോൾ വാൾ വീണതായിരിക്കാം. ഏതായാലും ഈ അവസ്ഥയിൽ താൻ നല്ല ഉറക്കത്തിലേക്ക് പോവുകയാണെന്ന് തിരിച്ചറിവുണ്ടാവുകയും പിന്നെ ഞെട്ടി ഉണരുകയും ചെയ്യും. ചുരുക്കത്തിൽ അല്ലാഹു പറയുന്നു, നാം നിങ്ങൾക്ക് ഉറക്കത്തിന് സമാനമായ അവസ്ഥയുണ്ടാക്കി. എന്നാൽ ഉറക്കം പോലെ തങ്ങൾക്ക് മേൽ യാതൊരു നിയന്ത്രണവുമില്ലാത്ത അവസ്ഥയും അല്ലായിരുന്നു. അവൻ നിങ്ങൾക്ക് സമാധാനം നൽകുകയായിരുന്നു, എന്നാൽ നിശ്ചേഷ്ടരാക്കുകയല്ലായിരുന്നു. അതേപോലെ ഹദരത്ത് അബൂ തൽഹ പറയുന്നു, ഇത് ബുഖാരിയിലുള്ള ഹദീസാണ്. അതായത് ഉഹദ് ദിവസം ഞങ്ങൾക്ക് മയക്കം അനുഭവപ്പെട്ടു. ഈ മയക്കത്തെ പറ്റിയാണ് നേരത്തെ പറഞ്ഞത്. ഹദരത്ത് തൽഹ പറയുന്നു, വാൾ കയ്യിൽ നിന്ന് വീഴുമെന്നാകുമ്പോൾ ഞാനത് പിടിക്കുമായിരുന്നു. ചുരുക്കത്തിൽ ഈ ഹദീസ് പറയുന്നു, അത് കയ്യിൽ നിന്ന് സാധനങ്ങൾ താഴെ വീണു പോകുന്ന വിധത്തിലോ അല്ലെങ്കിൽ നടക്കുമ്പോൾ സ്വയം വീണുപോകുന്ന അവസ്ഥയിലോ ഉള്ള ഉറക്കമല്ലായിരുന്നു. സമാധാനവും ശാന്തിയും ഉള്ളതായിരുന്നു. എങ്കിലും ഒരു പരിധിവരെ ഞങ്ങൾക്ക് ഞങ്ങളുടെ അവയവങ്ങൾക്ക് മേൽ നിയന്ത്രണം ഉണ്ടായിരുന്നു. വീണുപോകുമ്പോൾ അത് വീഴാതെ ശ്രദ്ധിക്കുമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ മയക്കം വെറുതെ ഉണ്ടായതല്ല, മറിച്ച് അതൊരവസ്ഥയായിരുന്നു. അതാകട്ടെ കുറച്ചു നേരം അവർക്ക് അനുഭവപ്പെടുകയും ചെയ്തു. തിർമിദി അബുവാബു തഫ്സീറിൽ ഹദരത്ത് അബൂ തൽഹയിൽ നിന്നുള്ള നിവേദനത്തിൽ പറയുന്നു, ഉഹദ് യുദ്ധ ദിവസം തലയുയർത്തി നോക്കിയപ്പോൾ എല്ലാവരും ഉറക്കം തൂങ്ങി തങ്ങളുടെ തല താഴേക്ക് ചായ്ക്കുകയായിരുന്നു. നിരന്തരം ഉണർന്നിരുന്നതും ക്ഷീണവും കാരണം സഹാബാക്കളുടെ അവസ്ഥ വളരെ മോശമായിട്ടുണ്ടായിരുന്നു. അത്തരം സന്ദർഭത്തിൽ അള്ളാഹുവിൽ നിന്ന് ഒരു സമാധാനാവസ്ഥ കിട്ടുകയായിരുന്നു. പറയുന്നു, ഈ ദൃശ്യം പൊതുവിൽ എല്ലാവരുടെയും അവസ്ഥയാണ്. യാദൃച്ഛികമായി ഏതെങ്കിലും ഒരു യോദ്ധാവിന് ക്ഷീണം കാരണം ഉണ്ടായ അവസ്ഥയായിരുന്നില്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൂടെ യുദ്ധത്തിൽ ശത്രുക്കളെതിരിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കുമേലും പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഒരവസ്ഥ അവരെ ആവരണം ചെയ്തു. ആ സമയത്ത് അവർക്ക് അതിൻ്റെയും സമാധാനത്തിൻ്റെയും ശരീരത്തെ ഊർജമാക്കേണ്ടതിൻ്റെയും പുതുശ്വാസം കിട്ടേണ്ടതിൻ്റെയും അനിവാര്യതയുണ്ടായിരുന്നു. അത് ഉറക്കത്തിൻ്റെ സമയമല്ലായിരുന്നു. അത്തരം സന്ദർഭത്തിൽ, അതായത് അത് ക്ഷീണമുണ്ടാകുമ്പോൾ ഈ ഒരു അവസ്ഥ മനുഷ്യനുണ്ടാകുന്നതാണ്. ഏതായാലും യുദ്ധം നടക്കുകയും ശത്രുക്കളിൽ നിന്ന് കഠിനമായ ആപത്ത് നേരിടുകയും ചെയ്യുന്ന ഘട്ടത്തിൽ മുഴുവൻ സമൂഹത്തിനു വേണ്ടിയും അതിനുമേൽ പെട്ടെന്ന് ഉറക്കത്തിൻ്റെ അവസ്ഥ ഉണ്ടാകുന്നത് ഒരു അത്ഭുതം തന്നെയാണ്. ഇത് ഒരു യാദൃശ്ചിക സംഭവമല്ലായിരുന്നു. ചില ആളുകൾക്ക് അങ്ങനെ സംഭവിക്കാം, എന്നാൽ ഇവിടെ അതൊരു യാദൃശ്ചികമായി ഉണ്ടായ കാര്യമല്ല. ഇത് അള്ളാഹുവിൽ നിന്ന് പ്രത്യേകമായും ഉണ്ടായ സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും അവസ്ഥയായിരുന്നു. അല്ലാമ അബ്ദുർ റസാഖ് സുഹൈലിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മുഖത്തേക്ക് ഉഹദ് യുദ്ധ ദിവസം 70 ആക്രമണങ്ങൾ നടത്തുകയുണ്ടായി. അള്ളാഹു അതിൻ്റെ എല്ലാം ഉപദ്രവത്തിൽ നിന്ന്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കുകയും ചെയ്തു. ഇബ്നു ഹജർ അസ്കലാനി പറയുന്നു, സുഹരി 70 കൊണ്ട് 70 തന്നെയായിരിക്കാം വിവക്ഷിച്ചത്, അല്ലെങ്കിൽ ആധിക്യം എന്ന നിലയ്ക്ക് അതിശയോക്തി പ്രകടിപ്പിച്ചതുമാകാം. ഹദ്രത്ത് മസീമോദ് അലി ഇസ്ലാം പറയുന്നു, യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഏറ്റവും അടുത്തുള്ളയാളെയാണ് ഏറ്റവും അധികം യോദ്ധാവായി ഗണിച്ചിരുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ വലിയ ദുർഘട സ്ഥലങ്ങളിലാണ് നിന്നിരുന്നത്. സുബ്ഹാനല്ലാഹ്, എത്രമാത്രം ഉന്നതമായ പ്രൗഢിയാണ്! ഉഹദിൽ നോക്കൂ, ഖഡ്ഗത്തിനുമേൽ ഖഡ്ഗവും പതിച്ചുകൊണ്ടേയിരുന്നു. വളരെ ശക്തമായ യുദ്ധം നടക്കുകയായിരുന്നു. സ്വഹാബാക്കൾക്ക് സഹിക്കാൻ തന്നെ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ആ യോദ്ധാവ് നെഞ്ചുവിരിച്ച് യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു. അതിൽ സഹാബാക്കളുടെ കുറ്റമൊന്നും ഇല്ലായിരുന്നു. അള്ളാഹു അവർക്ക് പുറത്തു കൊടുത്തിരുന്നു. മറിച്ച് അതിലുള്ള രഹസ്യമെന്തെന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ധൈര്യത്തിൻ്റെ മാതൃക പ്രകടമാകേണ്ടിയിരുന്നു. ആ മഹാത്മാവ് പറയുന്നു, ഒരു സന്ദർഭത്തിൽ വാളുകൾ ശക്തമായി പ്രഹരമേൽപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ നുബുവത്ത് വാദം പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ അള്ളാഹുവിൻ്റെ പ്രവാചകനാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ നെറ്റിത്തടത്തിൽ 70 പരിക്കുകൾ പറ്റി. പക്ഷേ അവ നിസ്സാരമായി. ഇത് ഉന്നത സ്വഭാവ വൈശിഷ്ട്യത്തിൻ്റെ പരിണിതിയുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുഴിയിൽ വീണതുമായി ബന്ധപ്പെട്ട നിവേദനം ഇപ്രകാരമാണ്. അബു ആമിർ ഫാസിക്ക് ഉഹദ് മൈതാനത്തിന് നിരവധി കുഴികൾ ഉണ്ടാക്കിയിരുന്നു. അതിലറിയാതെ മുസ്ലിങ്ങൾ വീണമെന്നും അങ്ങനെ നഷ്ടമുണ്ടാകട്ടെ എന്നുമായിരുന്നു ഉദ്ദേശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാതെ ഇതിൽ ഒരു കുഴിയിൽ വീഴുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോഹാത്സ്യപ്പെടുകയും 2 കാൽമുട്ടിനും പരിക്കേൽക്കുകയും ചെയ്തു. ഹസ്രത്ത് അലി വേഗത്തിൽ മുന്നോട്ട് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ തൻ്റെ കൈകളിൽ താങ്ങുകയും ഹസ്രത്ത് തൽഹ ബിൻ ഉബൈദുല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുത്ത് മുകളിലേക്ക് എത്തിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീഴാൻ കാരണവും ദുർഭകനായ ഇബ്നു ഖംഅ ആയിരുന്നു. കാരണം അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വാളുകൊണ്ട് ആക്രമിച്ചിരുന്നു. വാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കഴുത്തിൽ കാണുകയുണ്ടായി. പക്ഷേ വാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഒരാപത്തും ഉണ്ടാക്കിയില്ല. അതുമുഖേന ഒരു പരിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കഴുത്തിൽ ശക്തമായ ആഘാതമാണ് ഏൽപ്പിച്ചത്. അതിനുശേഷം 1-1.5 മാസം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കഴുത്തിൽ പ്രയാസമുണ്ടായിരുന്നു. പരിക്കേറ്റതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അയാൾ കല്ലുകൾ വർഷിക്കാൻ തുടങ്ങി. അതിലൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പാർശ്വത്തിൽ കൊണ്ടു. മറുഭാഗത്ത് സഅദ് ബിൻ അബി വക്കാസിൻ്റെ സഹോദരനായ ഉത്ബ ബിൻ അബി വക്കാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഒരു കല്ലെറിഞ്ഞു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മുഖത്താണ് പതിച്ചത്. അതുകൊണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ താഴെ നിരയിൽ മുന്നിലുള്ള 2 പല്ലുകൾക്കും കോമ്പല്ലിനുമിടയിലുള്ള പല്ല് പൊട്ടിപ്പോവുകയുണ്ടായി. അതോടൊപ്പം കീഴ്ചുണ്ടിനും മുറിവേറ്റു. ഹദ്രത്ത് ഇബ്നു ഹജർ അസ്കലാനി പറയുന്നു, പല്ലിൻ്റെ ഒരു കഷ്ണം പൊട്ടിപ്പോയി, വേരോടെ പൊട്ടിയിട്ടില്ലായിരുന്നു. സഅദ് ബിൻ അബി വക്കാസിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ആക്രമിച്ചവന് അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഉത്ബയാണെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം അയാളെ പിന്തുടർന്ന് സൈന്യത്തിനകത്തേക്ക് നുഴഞ്ഞു കയറി. അദ്ദേഹം പറയുന്നു, അന്ന് അയാളെ വധിക്കാനുണ്ടായത്ര ആഗ്രഹം ഒരിക്കലും എനിക്ക് മറ്റൊരു കാര്യത്തെപ്പറ്റിയും ഉണ്ടായിട്ടില്ല. ഉത്ബ അദ്ദേഹത്തെ കണ്ണുവെട്ടിച്ച് കടന്നു കളഞ്ഞു. അദ്ദേഹം വീണ്ടും അയാളെ അന്വേഷിച്ച് പോയെങ്കിലും അയാൾ കൂടെ അദ്ദേഹത്തെ വെട്ടിച്ച് കടന്ന് പോവുകയുണ്ടായി. 3-ാമത്തെ തവണ അദ്ദേഹം പുറപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് സഅദിനോട് പറഞ്ഞു, അല്ലയോ ദൈവദാസ, നീ ജീവൻ വെടിയാൻ പോവുകയാണോ? സഅദ് ചുറ്റും നോക്കി നിന്നു. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ തടഞ്ഞപ്പോൾ ഞാനും പിൻവാങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്ബയിൽ അബി വക്കാസിനെതിരിൽ ഇപ്രകാരം ദുആ ചെയ്തു, അല്ലാഹുമ്മ ലാ യഹൂലു അലൈഹിൽ ഹൗലി ഹത്താ യമൂതു കാഫിറ. അള്ളാഹുവേ, അയാൾ 1 വർഷത്തിനകം കാഫിറായ അവസ്ഥയിൽ തന്നെ മരണമടയണമേ. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ദുആ സ്വീകരിക്കുകയും അതേ ദിവസം അയാൾ ഹദരത്ത് ഹാത്തിബ് ബിൻ അബി ബൽത അയാളെ വധിക്കുകയും ചെയ്തു. ഞാൻ ഉത്ബ ബിൻ അബി വക്കാസിൻ്റെ ലജ്ജയില്ലാത്ത പെരുമാറ്റം കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിച്ചു, ഉത്ബ എങ്ങോട്ടാണ് പോയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾ പോയയിടത്തേക്ക് ചൂണ്ടിക്കാണിച്ചു. ഞാൻ ഉടൻ തന്നെ അയാളെ പിന്തുടർന്ന് പുറപ്പെട്ടു. അങ്ങനെ ഒരിടത്തെത്തി അയാളെ കണ്ടുമുട്ടി. ഉടൻ തന്നെ ഞാൻ അയാൾക്ക് മേൽ വാൾ ചുഴറ്റി. അതിലയാളുടെ കഴുത്ത് മുറിഞ്ഞ് ദൂരേക്ക് തെറിച്ചു. ഞാൻ മുന്നോട്ട് ഗമിച്ച് അയാളുടെ വാളും കുതിരയും കരസ്ഥമാക്കി. അതുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സവിധത്തിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാർത്ത അറിഞ്ഞപ്പോൾ 2 തവണ
റളിയല്ലാഹു അൻക റളിയല്ലാഹു അൻക, അള്ളാഹു നിന്നിൽ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അള്ളാഹു നിന്നിൽ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറയുകയുണ്ടായി. ആക്രമണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശിരസിലണിഞ്ഞ പടത്തൊപ്പിയുടെ ആണിയും മുറിഞ്ഞുപോയിരുന്നു. ശത്രുക്കളുടെ നിരന്തരമായ ആക്രമണം കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുഖത്തും പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. തൊലി പൊളിയുകയും ചെയ്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുഖത്തെ ആക്രമിച്ചത് അബ്ദുല്ലാഹ് ബിൻ ശിഹാബ് സുഹരി ആയിരുന്നു. പിന്നീട് ഇദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി. ഈ വിശദീകരണങ്ങൾ ഇനിയും തുടരുന്നതാണ് ഇൻഷാ അല്ലാഹ്. ഈ സമയത്ത് ഞാൻ ചില മർഹൂമിങ്ങളെയും അനുസ്മരിക്കാൻ ആഗ്രഹിക്കുന്നു. ആദ്യത്തെ അനുസ്മരണം ജനാബ് അബു ഹിൽമി മുഹമ്മദ് ഉക്കാശ സാഹിബ് ഓഫ് ഫലസ്തീൻ്റേതാണ്. ഷെരീഫ് ഓദ സാഹിബ് അദ്ദേഹത്തെ പറ്റി എഴുതുന്നു: ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഗാസയിലെ നമ്മുടെ അഹമ്മദി സഹോദരൻ മുഹമ്മദ് ഉക്കാശ സാഹിബിനെ ശത്രുക്കൾ വളരെ കഠിനമായ നിലയിൽ ഷഹീദാക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ മൃതശരീരം വീടിന് കുറച്ച് അകലെ നിന്നാണ് കിട്ടിയത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പരേതൻ വളരെ ആത്മാർത്ഥനായ അഹമ്മദിയായിരുന്നു. 75 വയസ്സായിട്ടുണ്ടായിരുന്നു. തൻ്റെ സ്വദേശ ഗ്രാമത്തിൽ നിന്നും ഹിജ്റത്ത് ചെയ്ത് ഗാസയിലെ ജബലിയാൻ എന്ന സ്ഥലത്ത് അഭയാർത്ഥി ക്യാമ്പിലാണ് താമസിച്ചിരുന്നത്. അദ്ദേഹത്തിന് 7 ആൺമക്കളും 5 പെൺമക്കളും 33 പേരമക്കളും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പൗത്രൻ പറയുന്നു: ആഴ്ചകളായി അദ്ദേഹവുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല. ഞാൻ താൽക്കാലികമായി യുദ്ധവിരാമ സമയത്ത് അദ്ദേഹത്തെ അന്വേഷിച്ചു പോയപ്പോൾ വീട്ടിൽ കണ്ടെത്താനും കഴിഞ്ഞില്ല. പിന്നെ വീട്ടിൽ വന്ന് 100 മീറ്റർ അകലെ ചിതറിക്കിടക്കുന്ന മൃതദേഹങ്ങൾക്കിടയിലാണ് അദ്ദേഹത്തിൻ്റെ മൃതശരീരവും കിട്ടിയത്. അദ്ദേഹത്തെ ശിരസിൽ വെടിവെച്ചാണ് ഷഹീദാക്കിയത്. ഗാസയിലെ അഹമ്മദിയായ യാസീൻ ഷാഹീൻ സാഹിബ് പറയുന്നു: പരേതൻ 10 വർഷം മുമ്പ് ഡിഷ് വെച്ചപ്പോൾ എന്നോട് പറഞ്ഞു, MTA ചാനലിൽ തിരയാൻ എന്നെ സഹായിക്കണം. ആ സമയത്ത് അദ്ദേഹം മുഖേനയാണ് എനിക്ക് അഹമ്മദിയത്തിനെ പറ്റി അറിയാൻ കഴിഞ്ഞത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ജമാഅത്തിനെ പറ്റി എനിക്ക് കൂടുതൽ പരിചയപ്പെടുത്തി തന്നു. ചില പുസ്തകങ്ങൾ വായിച്ചു തന്നു. പിന്നെ കുറച്ചു കാലം ഞങ്ങൾക്കിടയിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരുന്നു. തുടർന്ന് ഞാൻ ഇസ്തിഖാറ ചെയ്യുകയും ഭാര്യയോടൊപ്പം ബയ്യത്ത് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു. ഞാൻ ബയ്യത്ത് ചെയ്തപ്പോൾ മുഹമ്മദ് ഉക്കാശ സാഹിബ് വളരെ സന്തോഷിക്കുകയുണ്ടായി. തുടർന്ന് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം സുദൃഢമായി. അദ്ദേഹം മണിക്കൂറുകളോളം നിരവധി ഖുർആനിക ആയത്തുകളുടെ തഫ്സീർ എനിക്ക് പറഞ്ഞു തന്നുകൊണ്ടിരുന്നു. തഫ്സീർ കബീറിൽ നിന്നുള്ള ഉദ്ധരണികൾ കേൾപ്പിക്കുമായിരുന്നു. നാസിഖ് മൻസൂഖ് പേരിലുള്ള വിഷയങ്ങൾ മനസ്സിലാക്കി തന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ അവതരണ ശൈലി ഏറെ പ്രിയങ്കരവുമായിരുന്നു. നീണ്ടകാലമായി ഒരു പുസ്തകം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ വിളിച്ച് പുസ്തകം കേൾപ്പിക്കുകയും കൂടുതൽ മെച്ചപ്പെടുത്തുകയും വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. അദ്ദേഹം തൻ്റെ വീട് വലുതാക്കി ഒരു ലൈബ്രറി ഉണ്ടാക്കണമെന്നും അതിൽ ഗുജറാത്തി ഗ്രന്ഥങ്ങളെപ്പോലെ തന്നെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പികൾ തയ്യാറാക്കി വെക്കണമെന്നും ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കുടുംബം അഹമ്മദിയത്ത് കാരണം അദ്ദേഹത്തെ ദ്രോഹിച്ചിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ആഗ്രഹം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം മുഖേനയാണ് ഞാൻ ഗാസയിൽ ജമാഅത്തുമായി ബന്ധപ്പെട്ടത്. ഞങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ പൂമുഖത്ത് അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. അവസാന വർഷങ്ങളിൽ ആരോഗ്യം മോശമായ കാരണത്താൽ അധികവും വീട്ടിൽ തന്നെയാണ് കഴിച്ചുകൂട്ടിയിരുന്നത്. വളരെ പ്രയാസപ്പെട്ടാണ് എന്തെങ്കിലും ചെയ്തിരുന്നത്. ഗാസയിലെ ഒരു അഹമ്മദി പറയുന്നു, അദ്ദേഹം ഉയരമുള്ള മൃദുലമേനിയുള്ള വെളുത്ത താടിയുള്ള ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ നന്മയുടെയും തക്വയുടെയും പ്രതിഫലനം വളരെ വേഗം സംബോധിതന് മേൽ ഉണ്ടാക്കുമായിരുന്നു. എപ്പോഴും ദിക്റിലാഹിയിലും ജമാഅത്തി ഗ്രന്ഥപാരായണത്തിലും മുഴുകിയിരുന്നു. അദ്ദേഹത്തിൻ്റെ വീടിനടുത്ത് ജമാഅത്തിൻ്റെ ഒരു മസ്ജിദ് ഉണ്ടാക്കണമെന്ന് അദ്ദേഹത്തിന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. 2014 യുദ്ധത്തിന് ശേഷം അദ്ദേഹം ഒരു ലേഖനം തയ്യാറാക്കിയിരുന്നു. അതിലദ്ദേഹം എഴുതുന്നു: ഒരു നാൾ വരാനിരിക്കുന്നു, അന്ന് ഖബറുകൾക്ക് മേൽ ബോംബുകൾ വർഷിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ നാടും കൽപ്പനകളും പല ഭാഗത്തേക്കും ചിതറുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ഒരുപാട് ബുദ്ധിമുട്ടുകളും വലയം ചെയ്യപ്പെട്ട അവസ്ഥയിലും അദ്ദേഹം കൂടിക്കാഴ്ചയ്ക്ക് വരുന്നവരെ പുഞ്ചിരിച്ചുകൊണ്ട് എതിരേറ്റിരുന്നു. വളരെ കൂർമ്മ ബുദ്ധിയുള്ള ആളായിരുന്നു. മറ്റുള്ളവരുടെ ചിന്താഗതിയെ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാനും കഴിഞ്ഞിരുന്നു. ഡോക്ടർ യൂസുഫ് സാഹിബ് പറയുന്നു, ബ്രാദ അബു ഹിൽമി വളരെ ആത്മാർത്ഥതയുള്ള സത്യസന്ധനായ അഹമ്മദിയായിരുന്നു. അഹമ്മദി ആകുന്നതിന് മുമ്പേ തന്നെ അദ്ദേഹത്തിൻ്റെ ചിന്താഗതി പെരുമാറ്റവും എല്ലാം അഹമ്മദിയത്തിന് ഉള്ളതുപോലെ തന്നെയായിരുന്നു. അതുകൊണ്ട് ജമാഅത്തിനെ പറ്റി അറിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം ബയ്യത്ത് ചെയ്യുകയുണ്ടായി. ബയ്യത്തിന് ശേഷം ഷേഖന്മാരുടെയും ചുറ്റുവട്ടത്തുമുള്ള ആളുകളോടും ജമാഅത്തിനെ പറ്റി സംസാരിച്ചിരുന്നു.
അതുകൊണ്ട് അദ്ദേഹത്തിന് തൻ്റെ സ്വന്തക്കാരിൽ നിന്നും വളരെ പ്രയാസങ്ങളും എതിർപ്പും നേരിടേണ്ടി വന്നിട്ടുണ്ട്. അവസാന ആയുസ്സിൽ ഊന്നുവടിയുടെ സഹായത്തോടെ ജുമാക്കും യോഗങ്ങൾക്കും ഏറ്റവും ആദ്യം എത്തിയിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് ബുദ്ധിമുട്ടും വഴിയിൽ എതിരാളികളുടെ ഭാഗത്തു നിന്നുള്ള അപായങ്ങളും ഉണ്ടായിരുന്നു. ചന്തകളും മറ്റുള്ളവരുടേതിനേക്കാൾ മുൻപേ തന്നെ കൊടുത്തിരുന്നു. വാസ്തവത്തിൽ അദ്ദേഹം വളരെ ഞെരുക്കത്തിലാണ് കഴിഞ്ഞിരുന്നത്. ജമാഅത്തും അതിൻ്റെ ചിന്താഗതികളും ലോകത്ത് മുഴുവൻ മേൽക്കോയ്മ നേടണമെന്ന് അദ്ദേഹം പറയുമായിരുന്നു. കാരണം അതിൽ മാത്രമാണ് മനുഷ്യത്വത്തിൻ്റെ എല്ലാ പ്രയാസങ്ങൾക്കുമുള്ള പരിഹാരം. അദ്ദേഹത്തിൻ്റെ മസ്ജിദ് ജമാഅത്തി കേന്ദ്രവും ഉണ്ടാക്കാൻ തൻ്റെ വീടും ഭൂമിയുടെ ഒരു ഭാഗവും നൽകണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ കുടുംബത്തിലെ എതിരാളികൾ തടസ്സം സൃഷ്ടിക്കുകയായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിൻ്റെ പദവികൾ ഉയർത്തുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ മക്കളെ അദ്ദേഹത്തിൻ്റെ ദുആയുടെ അവകാശികളാക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ മക്കളും ബന്ധുക്കളും അഹമ്മദിയത്ത് അഥവാ യഥാർത്ഥ ഇസ്ലാം മനസ്സിലാക്കുന്നവരും അങ്ങനെ സമാധാനവും ശാന്തിയും കാണുന്നവരും ആയിത്തീരട്ടെ. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ദേശത്തിന് സമാധാനമുണ്ടാക്കട്ടെ. ദ്രോഹിയുടെ കൈകളെ തടയുകയും ആക്രമണത്തെ അവസാനിപ്പിക്കുകയും ചെയ്യട്ടെ. ഇസ്രായേൽ ഇപ്പോൾ ലെബനൻ്റെ അതിർത്തിയിലും ഹിസ്ബുള്ളക്കെതിരിൽ യുദ്ധകേന്ദ്രം ആരംഭിക്കുകയാണ്. അതുകൊണ്ട് അവസ്ഥകൾ കൂടുതൽ വഷളാകുന്നതാണ്. അതുപോലെ അമേരിക്കയും ബ്രിട്ടനും ഹൂതി യമനി ഗോത്രങ്ങൾക്കെതിരിലും യുദ്ധ കേന്ദ്രങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ഇതെല്ലാം യുദ്ധത്തെ കൂടുതൽ വിപുലമാക്കുകയാണ്. ഇപ്പോൾ എല്ലാ എഴുത്തുകാരും ആഗോള യുദ്ധത്തിൻ്റെ അടയാളങ്ങൾ വളരെ സമീപസ്ഥമായി കാണപ്പെടുന്നുവെന്ന് എഴുതിക്കൊണ്ടിരിക്കുന്നു. ചുരുക്കത്തിൽ ഒരുപാട് ദുആ ചെയ്യേണ്ടത് അനിവാര്യമാകുന്നു. അള്ളാഹു മനുഷ്യകുലത്തിന് ബുദ്ധിയും നന്മയും വിവേകവും പ്രദാനം ചെയ്യുമാറാകട്ടെ. മറ്റൊരു അനുസ്മരണം ജർമ്മനിയിലെ മുറബിയായ ഹൈദർ അലി ജഫർ സാഹിബിൻ്റെ ഭാര്യയായ അമത്തുൻ നസീർ ജഫർ സാഹിബിയുടേതാണ്. ഇവരും ഏതാനും ദിവസം മുമ്പ് വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ മൂസിയായിരുന്നു. അവിടെ സന്തപ്ത കുടുംബത്തിൽ ഭർത്താവിനെ കൂടാതെ 2 ആൺകുട്ടികളും ഒരു മകളുമുണ്ട്. അവരുടെ മാതാമഹൻ ഹദ്രത്ത് ചൗധരി അമീനുള്ള സാഹിബ് റളിയല്ലാഹു അൻഹു ഹദ്രത്ത് മസീമദ് അലി ഇസ്ലാമിൻ്റെയും സഹാബിയായിരുന്നു. ഹൈദർ അലി ജഫർ സാഹിബ് എഴുതുന്നു, ഞാൻ മുറബിയായിരുന്നു. ഫീൽഡിലാണ് കഴിഞ്ഞിരുന്നത്. വിവിധ സന്ദർഭങ്ങളിലായി ഇവർക്ക് 12 വർഷം ഞാനുമായി അകന്ന് കഴിയേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും പരാതിപ്പെട്ടിരുന്നില്ല. ഒരിക്കൽ ഏതോ ഒരു കാര്യത്തിൽ പ്രയാസത്തിലായിട്ടുണ്ടെന്ന് പറയുകയുണ്ടായി. ഞാൻ എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്ക് കർമ്മരംഗത്ത് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടാക്കരുത് എന്ന് കരുതി ഞാൻ പറഞ്ഞില്ല. ഫ്രാങ്ക്ഫർട്ടിലെ ബൈത്തുസുബോ ഹൽക്കയിൽ ലജ്ന സദറായിരുന്നിട്ടുണ്ട്. ഖിലാഫത്ത് ജൂബിലി വർഷം ഫ്രാങ്ക്ഫർട്ട് സദർ ലജ്നയായും സേവനം ചെയ്യാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമസ്കാരം, നോമ്പ് കാര്യങ്ങളിൽ കൃത്യനിഷ്ഠ ഉള്ള ആളായിരുന്നു. തഹജ്ജുദ് അനുഷ്ഠിച്ചിരുന്നു. കൃത്യമായി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും ഒരുപാട് സദഖ കൊടുക്കുകയും കൃത്യസമയത്ത് ചന്തകൾ കൊടുത്തു വീട്ടുകയും ചെയ്തിരുന്നു. അള്ളാഹു പരാതിയോട് പൊറുമയോടെയും കരുണയോടെയും വർത്തിക്കുമാറാകട്ടെ. അടുത്ത അനുസ്മരണം ഘട്ടിയാലിയാൻ സ്വദേശി ഹബീബുല്ല കാഹ്ലൂൺ സാഹിബിൻ്റെ ഭാര്യ നസീം അഖ്തർ സാഹിബിയുടേതാണ്. ഇവർ കഴിഞ്ഞ ദിവസം വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ മൂസിയ ആയിരുന്നു. വസിയത്തിൻ്റെ എല്ലാ കണക്കുകളും വഫാത്ത് വരെയും ഉണ്ട് പൂർത്തിയാക്കിയിരുന്നു. സ്വത്തിൻ്റെ ഓഹരി അഥവാ ഹിസ്സ ജായ്ദാദും ജീവിതകാലത്ത് തന്നെ കൊടുത്തു വീട്ടിയിരുന്നു. സന്തപ്ത കുടുംബത്തിൽ ഭർത്താവിനെ കൂടാതെ 6 ആൺമക്കളും 2 പെൺമക്കളുമാണുള്ളത്. ഒരു മകൾ അവരുടെ ജീവിതകാലത്ത് തന്നെ മരണപ്പെട്ടിരുന്നു. അവരുടെ മക്കളെ വളരെ സ്നേഹത്തോടെ പരിപാലിക്കുകയും നല്ല വിദ്യാഭ്യാസം നൽകുകയും ചെയ്തു. ആൺമക്കളിൽ 4 പേർ ജീവിതം വഖഫ് ചെയ്തവരാണ്. അവരുടെ ഒരു മകൻ നവീദ് ആദിൽ സാഹിബ് ലൈബീരിയയിൽ ഇൻചാർജ് മിഷണറിയാണ്. ഫീൽഡിലായതുകൊണ്ട് മാതാവിൻ്റെ ജനാസയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പറയുന്നു, ഇവരുടെ കുടുംബത്തിൽ അവരുടെ പിതാവ് മൗലാന ബക്ഷ മുഖേനയാണ് അഹമ്മദിയത്ത് എത്തിയത്. അദ്ദേഹം 2ാം ഖിലാഫത്ത് കാലത്താണ് ബയ്യത്ത് ചെയ്തത്. അവർക്ക് നല്ല ദീനി വിജ്ഞാനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചിലപ്പോൾ അവരെ കണ്ടുമുട്ടുന്ന പലരും അവരുടെ ഭൗതിക വിദ്യാഭ്യാസം എത്രയാണെന്ന് ചോദിച്ചിരുന്നു.
വാസ്തവത്തിൽ നിസ്സാരമായ ഭൗതിക വിദ്യാഭ്യാസം മാത്രമാണ് ഉണ്ടായിരുന്നത്. ദീനി വിജ്ഞാനത്തിൽ താല്പര്യമുണ്ടാകാനുള്ള കാരണം പിതാവാണെന്ന് എപ്പോഴും പറയുമായിരുന്നു. കാരണം അദ്ദേഹം മസ്ജിദിൽ കേട്ടുവന്ന് ദർസും മറ്റും വീട്ടിൽ വന്ന് ഞങ്ങളോട് പറയുമായിരുന്നു. ഇങ്ങനെ വീടുകളിൽ ഡിസ്കഷൻ ഉണ്ടായാൽ രക്ഷിതാക്കളുടെ നല്ല പ്രഭാവം ഉണ്ടാകുന്നതാണ്. ജമാഅത്തിനോടും ഖിലാഫത്തിനോടും അതിരറ്റ സ്നേഹമായിരുന്നു. വളരെ ധീരയും ദീനീപരമായ ആത്മാഭിമാനമുള്ള മഹിളയുമായിരുന്നു. ജമാഅത്തിനും ഹദരത്ത് മസീമദ് അലി ഇസ്ലാമിനും എതിരിൽ ഒരു തരത്തിലുള്ള കാര്യവും സഹിച്ചിരുന്നില്ല. നമസ്കാരത്തിൽ വളരെ കൃത്യനിഷ്ഠയും തഹജ്ജുദ് അനുഷ്ഠിക്കുകയും അവസാനത്തെ ഏതാനും വർഷങ്ങളിലൊഴികെ കൃത്യമായി ഇഅ്തികാഫിരിക്കുകയും ചെയ്തിരുന്നു. റമദാനിൽ 3-4 തവണ വിശുദ്ധ ഖുർആൻ ഓതി പൂർത്തിയാക്കിയിരുന്നു. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴുമെല്ലാം സ്വലാത്ത് സിക്ർ ഇലാഹിയും ചെയ്യുമായിരുന്നു. അദ്ദേഹം തിരിച്ച് ഡ്യൂട്ടിയിൽ പോകുന്ന ദിവസം തന്നെ അവർ വീണ് കാൽ പൊട്ടുകയുണ്ടായി. അപ്പോൾ അവർ പറഞ്ഞു, നീ നിന്റെ ഡ്യൂട്ടിക്ക് പോവുക. അടുത്ത ഗ്രാമത്തിൽ നിന്ന് മരുമകനെ വിളിച്ചു വരുത്തി ആശുപത്രിയിൽ പോവുകയും ചെയ്തു. അവർ മകനോട് പറഞ്ഞു, നിന്റെ ജോലി അതാണ്, നീ ഉടൻ തന്നെ ജമാഅത്തി സേവനത്തിന് വേണ്ടി പോകേണ്ടതാണ്. നവീദ് ആദിൽ സാഹിബ് പറയുന്നു, 7 വർഷത്തിന് ശേഷം അവധിക്ക് പോയി അവരെ കണ്ടപ്പോൾ അവർ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു, ജീവിതവും മരണവും അള്ളാഹുവിൻ്റെ കൈകളിലാകുന്നു. ആർക്കെപ്പോൾ സമയം വരുമെന്ന് അറിയില്ല. അതുകൊണ്ട് അത്തരമൊരു ഘട്ടം വന്നാൽ നീ ഡ്യൂട്ടി ഒഴിവാക്കി വരാൻ പാടില്ല. അങ്ങനെ അദ്ദേഹം തൻ്റെ സെൻട്രലിൽ തന്നെ ആണ് ഉണ്ടായിരുന്നത്. മാതാവിൻ്റെ ജനാസയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അടുത്ത അനുസ്മരണം ബഷീറാബാദ് സ്റ്റേറ്റിലെ റഷീദ് അഹമ്മദ് ജമീർ സാഹിബിൻ്റെ ഭാര്യ മുബാറക്ക ബേഗം സാഹിബിയെക്കുറിച്ചാകുന്നു. ഇവരും കഴിഞ്ഞ ദിവസം വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവരുടെ കുടുംബത്തിൽ പിതാവ് ബഹാവൽ ഹക്ക് സാഹിബ് മുഖേനയാണ് അഹമ്മദിയത്ത് എത്തിയത്. അദ്ദേഹം 1948 ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ ബയ്യത്ത് ചെയ്യുകയുണ്ടായി. അദ്ദേഹം ഒരുപാട് നന്മകളുടെ ഉടമയായിരുന്നു. 5 നേര നമസ്കാരങ്ങളും തഹജ്ജുദും കൃത്യമായി അനുഷ്ഠിച്ചിരുന്നു. നിസ്വാർത്ഥമായി ജമാഅത്തി സേവനങ്ങൾ ചെയ്തിരുന്ന നല്ല പ്രകൃതമുള്ള മഹിളയായിരുന്നു. നിരവധി ജമാഅത്തി സ്ഥാനങ്ങളിൽ ജമാഅത്തി സേവനത്തിന് തൗഫീക്ക് ലഭിച്ചിട്ടുണ്ട്. ലജ്ന സദറായിരുന്നു. ഏറെക്കുറെ ജീവിതം മുഴുവനും ജമാഅത്തി സേവനത്തിലാണ് കഴിച്ചുകൂട്ടിയത്. 100 കണക്കിന് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പർദ്ദ നല്ലപോലെ ശ്രദ്ധിക്കുമായിരുന്നു. പെൺകുട്ടികളോടും പർദ്ദ പാലിക്കാൻ ഉപദേശിച്ചിരുന്നു. സൃഷ്ടി സേവനത്തിൽ മുൻപന്തിയിലുണ്ടായിരുന്നു. സാധുക്കളെയും വിധവകളെയും ശ്രദ്ധിച്ചിരുന്നു. നിരവധി ദരിദ്രരും അനാഥകളുമായ പെൺകുട്ടികളുടെ വിവാഹത്തിൽ സഹായിച്ചിട്ടുണ്ട്. നിരവധി പെൺകുട്ടികൾക്ക് തുന്നലും എംബ്രോയ്ഡറിയും പഠിപ്പിച്ചു കൊടുത്തിരുന്നു. എല്ലാ വെള്ളിയാഴ്ചയും ജുമാക്ക് 2 മണിക്കൂർ മുമ്പേ പള്ളിയിലെത്തി സ്ത്രീകളുടെ ഭാഗം സ്വയം വൃത്തിയാക്കുകയും അതിനുശേഷം നഫലുകൾ അനുഷ്ഠിക്കുകയും ചെയ്തിരുന്നു. വളരെ വിശ്വസ്തയായ സ്ത്രീയായിരുന്നു. പല സ്ത്രീകളും തങ്ങളുടെ ആഭരണങ്ങളും പൈസയും അവരുടെ വിശ്വസ്തത കാരണം അവരുടെ പക്കലാണ് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്നത്. അവർ ആരോടും വഴക്കിടുകയോ പരുഷമായി അല്ലെങ്കിൽ അപമര്യാദയായി പെരുമാറുകയോ ചെയ്തിട്ടില്ല. വളരെ നല്ല സ്വഭാവത്തിന് ഉടമയായിരുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ മൂസിയായിരുന്നു. സ്വന്തം വസിയത്ത് ചെയ്യുമ്പോൾ തന്നെ കൂടെ പെൺമക്കളുടെ വസിയത്തും ചെയ്യിപ്പിക്കുകയുണ്ടായി. അതുപോലെ ഗ്രാമത്തിലെ നിരവധി സ്ത്രീകളെയും വസിയത്തിൽ ചേർക്കുകയുണ്ടായി. സന്തപ്ത കുടുംബത്തിൽ ഭർത്താവിനെ കൂടാതെ ഒരു മകനും 5 പെൺമക്കളുമുണ്ട്. സിറാലിയോണിലെ റക്കീം റസിലുള്ള മുറബി ഉസ്മാൻ സാഹിബിൻ്റെയും ബുർക്കിനോ ഫാസോയിലെ മുറബി സആദത്ത് അഹമ്മദ് സാഹിബിൻ്റെയും ഭാര്യ മാതാവാണ്. അവരുടെ 2 പെൺമക്കളെ മുറബിമാരാണ് വിവാഹം കഴിച്ചിട്ടുള്ളത്. ഇവർ തങ്ങളുടെ മാതാവിൻ്റെ അവസാന സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല, തങ്ങളുടെ ഡ്യൂട്ടി സ്ഥലത്തായിരുന്നു. മകൾ ആസിഫ പറയുന്നു, എനിക്ക് എൻ്റെ ഭർത്താവ് ഉസ്മാൻ സാഹിബിനോടൊപ്പം സേവനത്തിന് തൗഫീക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഫീൽഡിലായതുകൊണ്ട് മാതാവിൻ്റെ ജനാസയിലും ഖബറടക്കത്തിലും പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അതുപോലെ എൻ്റെ ഇളയ സഹോദരി മറിയം ബുഷ്ര ബുർക്കിനോ ഫാസോയിൽ ആയതുകൊണ്ടും ജനാസയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അള്ളാഹു അവർക്ക് ക്ഷമയും സഹനവും നൽകുമാറാകട്ടെ. പരതയോട് പൊറുമയോടെയും കരുണയോടെയും വർത്തിക്കുമാറാകട്ടെ. അവരുടെ ദുആകൾ മക്കളുടെ കാര്യത്തിൽ സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ.
الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر